സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ CI പരമേശ്വരനും പത്മിനിയും മുത്തശ്ശിയൊക്കെ കൂടി അങ്ങോട്ടേക്ക് വരുന്നത് കാണുമ്പോൾ ചോദിക്കണേ, അല്ല നിങ്ങളല്ലേ വീടിൻ്റെ കുടുംബനാഥൻ? നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ പരാതി. പ്രിയങ്ക പരാതി തന്നത്. ആ കുട്ടിയെ നിങ്ങൾ ഈ വീട്ടിൽ വെച്ച് ക്രൂരമായി ഉപദ്രവിച്ചു. അവളെ ഈ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടു. അതാണ് പരാതി. ഒരു പെൺകുട്ടിയുടെ ഇത്ര ഒരു പരാതി കേട്ടാലേ ഞങ്ങൾ പോലീസുകാർക്ക് അങ്ങനെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ പറ്റുമോ? അവളോട് അങ്ങനെ ചെയ്തവരോട് ഞങ്ങൾക്ക് അതിനെതിരെ ആക്ഷൻ എടുത്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രിയങ്ക ഇവിടെ തിരിച്ചു കയറ്റാനുള്ള ഓർഡറുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അന്നേരം അതേക്കുന്നത് സൂര്യ പറയണേ, അതിന് പറ്റില്ല സാറേ, അവൾക്ക് ഇവിടെ താമസിക്കാൻ ഒരു യോഗ്യതയില്ല. പിന്നെ എന്തടിസ്ഥാനത്തിൻ്റെ പേരില്ല അവൾ വീണ്ടും ഇങ്ങോട്ടേക്ക് കയറ്റേണ്ടത്? അത് കേൾക്കുന്നതും CI പറയണേ, ഇത് കണ്ടോ എൻ്റെ കയ്യിൽ എന്തായിരിക്കുന്നെന്ന്? വരുണും പ്രിയങ്കയും കൂടി നടന്ന വിവാഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ആയിരിക്കുന്നത്. സത്യം പറഞ്ഞാലേ നിയമത്തിൻ്റെ മുമ്പിൽ വരുണിന് ഒരേ ഒരു ഭാര്യയുള്ളൂ, അത് പ്രിയങ്കയാണ്. അല്ലാതെ പ്രിയങ്ക ഒഴിവാക്കാൻ വേണ്ടി ഇവനെവിടുന്നോ താലിയെട്ടി കൂട്ടിക്കൊണ്ടുവന്ന ഇവളല്ല ഇവൻ്റെ ഭാര്യ. ഇവൾക്കങ്ങനെ പറഞ്ഞു നടക്കാൻ ഒരവകാശമില്ല. അതേക്കുന്നതും വരുൺ പൊട്ടിത്തെറിക്കണേ, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അപമാനിക്കേണ്ടത് എൻ്റെ ഭാര്യനല്ല. അങ്ങനെ അവൾ അപമാനിക്കുന്നത് നോക്കി നിൽക്കാനായിട്ട് എന്നെ കൊണ്ടാകുകയില്ല. എടാ, നീ കൂടുതൽ പഞ്ച് ഡയലോഗൊന്നും അടിക്കാതെ. ആ കാക്കി ഉടുപ്പിട്ട് നിൽക്കുന്നവരെ കണ്ടോ? അവരെ നീ പറയുന്ന ഈ പഞ്ച് ഡയലോഗിനെ കൈയടിക്കാൻ നിൽക്കുന്നവരല്ല. നീ എനിക്കതിന് എന്തെങ്കിലും ഒരു നീക്കം നടത്തിയാലുണ്ടല്ലോ, ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, അവർ നിന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോകും. പിന്നെ നിന്നെ ഈ മുറ്റത്തിട്ട് തന്നെ അവർ ചവിട്ടി ഇറക്കും. എന്താ എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കണോ? എന്നിട്ട് CI തിരിഞ്ഞ പരമേശ്വരനോട് ചോദിക്കണേ, അല്ല മുത്തശ്ശി സാറേ, നിങ്ങളൊക്കെ തന്നെയല്ലേ കുറച്ചു മുമ്പ് നിയമത്തിനെക്കുറിച്ചും നിയമം പാലിക്കേണ്ട കാര്യത്തെക്കുറിച്ചും സംസാരിച്ചത്? സത്യത്തിൽ നിയമത്തിന് മുമ്പിൽ പ്രിയങ്കയ്ക്കല്ലേ നീതി കിട്ടേണ്ടത്? എന്നിട്ട് നിങ്ങളത് അതിനെതിരെ കണ്ണടച്ച് നിൽക്കുന്നു. എടാ വരുൺ, നീ അന്ന് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ തല്ലിയില്ലേ? അപ്പോളെ നിനക്കുള്ളത് ഞാൻ ഓങ്ങി വെച്ചതാ. നിനക്ക് മാത്രമല്ല ഈ കുടുംബത്തിന് മുഴുവനുള്ളത്. ഇപ്പം തിരിച്ച് യൂണിഫോം കിട്ടിയപ്പോൾ തന്നെ നിന്നെ കാണാൻ ഞാൻ വന്നോണ്ടല്ലോ, നിനക്കൊരു സ്പെഷ്യൽ സമ്മാനവുമായിട്ടാണ്. അങ്ങനെ പറഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കുവാണ് കേട്ടോ അവർ. അങ്ങനെ എല്ലാവരും നോക്കുമ്പോൾ അങ്ങോട്ടേക്കൊരു കാറ് വരുവാണ്. കാറിൽ നിന്ന് മുത്തശ്ശിയും പ്രിയങ്കയും ഇറങ്ങുവാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഞെട്ടിലോട്ട് കൂടി നിൽക്കുവാണ്. ഈ സമയം CI പറയണേ, നിങ്ങൾ രണ്ടാളും ധൈര്യമായിട്ട് പോന്നോ. നിങ്ങൾക്ക് ഇനി മുതൽ ഇവിടെ ഈ വീട്ടിൽ താമസിക്കാനുള്ള അവകാശമുണ്ട്. അതെ, ഇവർ തന്നൊരു പരാതിയുടെ കോപ്പി ഉണ്ടല്ലോ, അത് വനിതാ കമ്മീഷനിലേക്ക് ചെന്നിട്ടുണ്ട്. അവിടുന്നും ഇവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇനി കുറച്ച് ബുദ്ധിമുട്ടും. എന്താ നോക്കി നിൽക്കുന്നത്? രണ്ടാളകത്തേക്ക് കയറുവാ. അങ്ങനെ പ്രിയങ്കയും കുട്ടിയും മുത്തശ്ശി അകത്തേക്ക് കയറാൻ തുടങ്ങുമായിരിക്കും. ഈ സമയം വരുൺ മുത്തശ്ശിയെ തടഞ്ഞുകൊണ്ട് പറയണേ, അതെ, നിങ്ങളിനി എൻ്റെ കുടുംബത്തിലേക്ക് ഒരു അടി പോലും വെച്ച് പോകരുത്. ആ കാലങ്ങാനം വെച്ചാലുണ്ടല്ലോ, രണ്ടിനെ ഞാൻ ചവിട്ടിയെറിക്കും, പുറത്തേക്കെറിയും. അതേക്കുന്നതും CI ദേഷ്യത്തിൽ വന്ന് വരുണിൻ്റെ കുത്തിന് കയറി പിടിക്കുക. എന്താണ് നീ പറഞ്ഞത്? എൻ്റെ മുമ്പിൽ വെച്ചാണോ നിൻ്റെ ഷോ കാണിക്കലും? ഇവരെ ഇങ്ങോട്ടേക്ക് വലിഞ്ഞേറി വന്നവരല്ല, ഈ വീട്ടിൽ താമസിക്കാൻ അധികാരത്തോടു കൂടി തന്നെ വന്നവരാണ്. ഇവർക്കെതിരെ നിൻ്റെ ഒരു ചെറു വിരലെങ്ങാനും അലക്കിയാലുണ്ടല്ലോ, ആ നിമിഷം നിന്നെ ഞാൻ തൂക്കിയെടുത്ത് ലോക്കപ്പിലാക്കും. കാരണം നിങ്ങളല്ലേ കുടുംബത്തിൻ്റെ നാഥൻ. നിങ്ങൾ മോനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊടു. മകനോടാദ്യം കുറച്ച് ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ, അല്ലെങ്കിൽ മകനെ തൂക്കിയെടുത്ത് ജയിലിലേക്ക് കൊണ്ടുപോകേണ്ടത് നിങ്ങൾക്ക് കണ്ടു നിൽക്കേണ്ടി വരും. അന്നേരം പരമേശ്വരൻ പറയണേ, സാറേ, എന്തൊക്കെ തന്നെ ചെയ്താലും ശരി, ഇവരെ വീണ്ടും ഈ വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല. അന്നേരം പത്മിനി പറയണേ, എൻ്റെ സാറേ, ഇവർ കാരണം ഈ കുടുംബത്തിൽ ഇത്ര നാളും പ്രശ്നങ്ങളുണ്ടായി. ഓരോ കള്ളക്കഥയും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കയറി വന്നതാണ് ഇവർ. ഇനിയും ഇവരെ സഹിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല സാർ. അന്നേരം പരമേശ്വരൻ പറയണേ, സാറ് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ, ഞങ്ങൾ കോടതിയിൽ വെച്ച് തന്നെ നേരിട്ടോളാം ഇതിനെ. അങ്ങനെ അവരത് പറഞ്ഞത് കേൾക്കുന്നതും പ്രിയങ്കയും മുത്തശ്ശി ഒന്ന് ടെൻഷനാകുവാണ്. ഈ സമയം CI പറയണേ, ഓ അത് ശരി, അപ്പോൾ കമ്മീഷണർ ഓഫീസിൽ നിന്നുള്ള ലെറ്റർ വന്നാലും ഞാൻ പറഞ്ഞാലും നിങ്ങൾക്ക് അനുസരിക്കാൻ വയ്യ അല്ലേ? കോടതി വെച്ച് നിങ്ങളെല്ലാം നേരിട്ടോളാമെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവരെ എനിക്ക് തിരിച്ച് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. പക്ഷേ ഇവരിവിടെ നിന്ന് കൊണ്ടുപോകുന്നതിൻ്റെ ഒപ്പം ഞാൻ ഒരാളെയും കൂടി ഇവിടെ നിന്ന് കൊണ്ടുപോകും. നിങ്ങളുടെ പുന്നാര മോൻ വരുണിനെ, അവനും കേസ് തീരുന്നത് വരെ സ്റ്റേഷനിൽ കിടക്കട്ടെ. അങ്ങോട്ട് അവിടെ ഒന്ന് ഇവനെ ഒന്ന് കൊണ്ടുപോയിട്ട് വേണം എനിക്ക് ശരിക്കൊന്ന് പെരുമാറാൻ. എന്താ അത് വേണോ? എന്നെ കൊണ്ടത് ചെയ്യിക്കുന്നോ നിങ്ങൾ? അതെ, നിങ്ങൾ പേടിക്കണ്ട, ധൈര്യമായിട്ട് അകത്തേക്ക് കയറിപ്പോക്കോ. അത് കേൾക്കുന്നതും മുത്തശ്ശി പറയണേ, ശരി, സാറ് പറഞ്ഞതുപോലെ ഇവർക്കകത്തേക്ക് കയറാം. പക്ഷേ പ്രിയങ്കയല്ലേ നിയമപരമായിട്ട് വരുണിൻ്റെ ഭാര്യയാണെന്ന് നിങ്ങൾ പറയുന്നത്? അപ്പോൾ പ്രിയങ്കയ്ക്ക് മാത്രമേ ഇവിടെ താമസിക്കാൻ അവകാശമുള്ളൂ. അവളുടെ മുത്തശ്ശിനെയും കൂടി കൂടെ താമസിപ്പിക്കണമെന്ന് പറയുന്നത് അതെന്തിനായോ സാറേ? ഈ സമയം സൂര്യൻ പറയണേ, ശരിയാണ്, പ്രിയങ്കയ്ക്ക് വേണോ ഇവിടെ താമസിക്കാം, പക്ഷേ അവളുടെ മുത്തശ്ശിയെ ഇവിടെ കയറ്റാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, ഞങ്ങൾ ആരും സമ്മതിക്കില്ല. അത് കേൾക്കുന്നതും CI പറയണേ, പ്രിയങ്കയുണ്ടല്ലോ മാനസികമായിട്ട് സമനിലയില്ലാത്തൊരു കുട്ടിയാണ്. അങ്ങനെയുള്ളൊരു കുട്ടിക്ക് അവളുടെ സ്വന്തം കാര്യങ്ങളൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരെയും കൂടി പ്രിയങ്കയുടെ ലോക്കൽ ഗാർഡിയനായിട്ട് വനിതാ കമ്മീഷനിലുള്ളവർ തന്നെയാണ് ഏർപ്പാടാക്കി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് പ്രിയങ്കയുടെ കൂടെ ഇവിടെ അവളുടെ മുത്തശ്ശിയും കൂടി ഇവിടെ നിൽക്കും. അതിനെ ആർക്കും എതിർക്കാൻ പറ്റില്ല. നിങ്ങളെ രണ്ടാളും ധൈര്യമായിട്ട് കയറിച്ചെല്ല്. ആരാ തടയുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പ്രിയങ്കയുടെ കൈയും പിടിച്ച്
മുത്തശ്ശിനെയും പരമേശ്വരനെയൊക്കെ കളിയാക്കിക്കൊണ്ട് സുകുമാരിയമ്മ അകത്തേക്ക് കയറി പോകുവാണ്. ഇതൊക്കെ കണ്ട സന്തോഷിച്ച് നിൽക്കുവാണ് കേട്ടോ കൽപ്പനയും ഉർവശിയുമൊക്കെ. ഈ സമയം CI അവരോട് പറയണേ, അതെ, അവർക്ക് ഇവിടെ ഒരു പ്രശ്നം വരാൻ പാടില്ല. മാനസികമായോ ശാരീരികമായോ ആരെങ്കിലും അവരെ ഏതെങ്കിലും രീതിയിൽ വിഷമിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കയ്യിൽ നിന്നൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ കുടുംബം മൊത്തം ലോക്കപ്പിലായിരിക്കും. ഒറ്റൊന്നിനെ പിന്നെ ഞാൻ വെറുതെ വിട്ടേക്കില്ല. എന്നിട്ട് പോകാൻ വേണ്ടി നിൽക്കുമായിരിക്കും CI. അന്നേരം വരുണിനെ കാണുമ്പോൾ പറയണേ, എടാ നിനക്കുള്ള ചൂണ്ടയാടാ ഇപ്പോൾ അകത്തേക്ക് ഞാൻ കൊളുത്തി വിട്ടത്. അധികം വൈകാതെ തന്നെ നീ ആ ചൂണ്ടയിൽ കുടുങ്ങും. അന്നേരം നിന്നെ ഞാൻ തൂക്കിയെടുത്ത് പോവുകയും ചെയ്യും. പിന്നെ നിന്നെ ഞാൻ പുറലോകം പോലും കാണിക്കില്ല. അതൊക്കെ കേട്ടിട്ട് വരുൺ പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അങ്ങനെ CI അവിടെ നിന്നും പോകുവാണ്ടോ. ഈ സമയം ഉർവശി പറയണേ, എന്നാലും സുകുമാരിയമ്മ വല്ലാത്ത ചതിയായിപ്പോയി ചെയ്തത് അല്ലേ? അവരുടെ ആ സംസാരം കേൾക്കുന്നതും അവരുള്ളിൽ സന്തോഷിച്ചുകൊണ്ടാണിത് പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാകുവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ കൽപ്പന ഉർവശിയും കൂടി അകത്തേക്ക് കയറി പോകുക. ഈ സമയം ജയഭാരതിയമ്മ പറയണേ, ഇനിയിപ്പോൾ എന്തിനാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്, എല്ലാവരും അകത്തേക്ക് കയറുക. അങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴായിരിക്കോട്ടോ പരമേശ്വരൻ പെട്ടെന്ന് നെഞ്ചുവേന എടുത്തവിടെ കൊഴിഞ്ഞു വീഴുന്നത്. അതുകൊണ്ട് എല്ലാവരും അങ്ങ് ഓടിക്കൂടുക. അയ്യോ അച്ഛാ, എന്തു പറ്റി? വരും, നീ വേഗം കാറെടുക്ക്. അങ്ങനെ പരമേശ്വരനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുവാണ്. പിന്നീട് കാണിക്കുന്നത് വേറൊരു സ്ഥലമാണ് കേട്ടോ. അവിടെ പോലീസുകാർ വഴിയിൽ ഹെൽമെറ്റൊക്കെ വെച്ച് പോകുന്ന ഓരോ വണ്ടികളെയും ചെക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയിൽ വരുണിൻ്റെ അധികനെ വന്ന് കൊല്ലാൻ ശ്രമിച്ചല്ലോ മ്യൂസിക് സ്റ്റുഡിയോയിൽ വെച്ച്. അയാൾ ബൈക്കിന് പോകുന്നുണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ പോലീസുകാരൻ കൈ കാണിച്ച് അയാളുടെ വണ്ടി നിർത്താൻ ശ്രമിക്കുവാണ്. എന്നാൽ അയാൾ വണ്ടി നിർത്താതെ പോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അന്നേരം പോലീസുകാർ ചോദിക്കണേ, എന്താടാ നിനക്ക് എന്താ ഇത്ര ടെൻഷനും വെപ്രാളമൊക്കെ? നീ വണ്ടി ഇറങ്ങിക്കേ. എൻ്റെ പൊന്നു സാറേ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട്. എന്താടാ നിനക്കൊരു കള്ളലക്ഷണം? നീ ആദ്യം വണ്ടി ഇറങ്ങണം. അങ്ങനെ അയാളെ പിടിച്ചിറക്കുവാണ്. ഈ സമയം അയാളാണെങ്കിൽ പോലീസുകാരെയൊക്കെ തള്ളി മാറ്റി അവിടെ നിന്ന് ഓടിപ്പോകുവാണ് കേട്ടോ. അതുകൊണ്ട് പോലീസുകാരെല്ലാം അയാളുടെ പിന്നാലെ ഓടി ആ ഗുണ്ടയെ കൈയോടെ പിടികൂടുവാണ്. എൻ്റെ സാറേ, ഇവന് വന്നിറങ്ങിയപ്പോൾ തൊട്ടൊരു കള്ളലക്ഷണമാണ്. നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴുണ്ടല്ലോ ഇവൻ ഓടി രക്ഷപ്പെടാൻ നോക്കി. അല്ല സാറേ, ഇവൻ്റെ മുഖം കണ്ടിട്ട് അന്ന് ACP സാറ് വാട്സപ്പിൽ ഒരു ഫോട്ടോ ഇട്ടില്ലേ, അതിലുള്ള ആളുമായിട്ട് അതേ സമയം തോന്നുന്നു. ഇവിടെ ഞാൻ ആ ഫോട്ടോ കാണിച്ചേ. അങ്ങനെ ആ ഫോട്ടോയൊത്ത് നോക്കിയിട്ട് അതിലുള്ള ആൾ തന്നെയാണ് ഇതെന്ന് ഉറപ്പിക്കുവാണ്. ഇത് അയാൾ തന്നെയാണ്. ACP സാറിനെ വിളിച്ച് പറയാം. അങ്ങനെ ACPനെ ഫോണിൽ വിളിക്കുവാണ് കേട്ടോ. ഹലോ സാർ, ഇത് മുനമ്പ സ്റ്റേഷനിൽ നിന്നാണ്. ഞങ്ങളിവിടെ റുട്ടീൻ ചെക്കപ്പ് നടത്തുന്നതിൻ്റെ ഇടയിലുണ്ടല്ലോ സാറിന്ന് വാട്സപ്പിലൊരു കൊലപാതക സംഘത്തിൻ്റെ ഫോട്ടോ ഇട്ടില്ലേ, അതിലുള്ള അയാളെ ഞങ്ങൾ കണ്ടു. അയാളെ ഞങ്ങളിപ്പോൾ കൈയോടെ പിടിച്ചിട്ടുണ്ട്. ആണോ? വെരി ഗുഡ്. എന്നാൽ എത്രയും പെട്ടെന്ന് അയാൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരൂ. അതെ, അയാളുടെ കൈ വിലങ്ങ് വെക്കണം. ഒരു കാരണവശാലും അയാൾ മിസ്സാവാൻ പാടില്ല. ഇല്ല സാർ. അങ്ങനെ പറഞ്ഞ് അയാൾ ആ ഗുണ്ടേനെ വണ്ടിയിലേക്ക് പിടിച്ച് കയറ്റുവാണ്. പിന്നീട് കാണിക്കുന്നത് റൂമിലിരിക്കുന്ന പ്രിയങ്കേനെയും മുത്തശ്ശീനെയുമാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി പറയണേ, അങ്ങനെ നമ്മൾ ആ CIയുടെ സഹായത്തോടെ പിന്നെ വനിതാ കമ്മീഷൻ്റെ പേരൊക്കെ പറഞ്ഞ് കൺമംഗലത്ത് തിരിച്ചു കയറി. എന്നാലും നമ്മൾ മുമ്പ് വന്ന പോലത്തെ സാഹചര്യമല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. മുമ്പ് നമ്മളിവിടെ വന്ന സമയത്തെ നിനക്ക് മാനസിക നില തെറ്റിയ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ ആ രാധികക്കും പത്മിനിയൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുവാണെങ്കിലും നിന്നോട് സോഫ്റ്റ് കോർണറൊക്കെ കാണിച്ചിരുന്നു. എന്നാലിപ്പോൾ രണ്ടിൻ്റെ മുഖത്ത് അങ്ങനൊരു ഭാവവും ഇല്ല. എല്ലാവരും ഇടഞ്ഞു തന്നെ നിൽക്കുവാണ്. അതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ നിലനിൽപ്പ് കുറച്ച് ബുദ്ധിമുട്ടി തന്നെ ആയിരിക്കും. ഈ സമയം പ്രിയങ്ക പറയണേ, എന്താണെങ്കിലും മുത്തശ്ശി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഞാൻ ചെയ്തോളാം. ഈ സമയം മുത്തശ്ശി പറയണേ, നീ വരുണിൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും ഒടിച്ചു കയറാൻ ശ്രമിക്കണം. വരുണിൻ്റെ ഭാര്യ നീ ആകണം. വരുണിനെ സ്വന്തമാക്കാൻ നീ എന്ത് വേണമെങ്കിലും കാട്ടിക്കുട്ടിക്കോ. അതിൻ്റെ ഇടയിൽ തടസ്സമായിട്ട് ആര് വന്നാലും ശരി, അവരെയൊക്കെ നീ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തോ. എല്ലാവർക്കും മുമ്പിൽ നീ മനസ്സിന് സമനില തെറ്റിയ ഒരു കുട്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെ നിനക്ക് നിൻ്റെ ഇഷ്ടപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്യാം. ശരി മുത്തശ്ശി, ഞാൻ മുത്തശ്ശി പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം. എന്നാലും മുത്തശ്ശിയുടെ കാര്യത്തിലും എനിക്ക് സങ്കടമുണ്ട്. എനിക്ക് വേണ്ടി മുത്തശ്ശി ഈ പ്രായത്തിൽ എന്തോരോ കഷ്ടപ്പെടുന്നത്. അതിന് ഈ പ്രായത്തിന് എന്താടി എനിക്കൊരു കുഴപ്പം? ഞാൻ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയല്ലേ. നീ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഈ മുത്തശ്ശിക്ക് നേടിത്തരണം. ഞാൻ സ്വപ്നം കണ്ടതുപോലെ വലിയ ഉയരത്തിലെത്തണം. ഈ സമ്പത്തിൻ്റെ എല്ലാം രാജ്ഞി നീയാകണം. അന്നേരം പ്രിയങ്ക പറയണേ, എനിക്ക് സമ്പാദ്യമെല്ലാം കിട്ടിയാലും അതിൻ്റെ എല്ലാം രാജ്ഞിയായിട്ട് മുത്തശ്ശി തന്നെ വേണം ഉണ്ടാവാൻ. ഞാനൊരു എളുമറക്കാരിയായിട്ട് അവിടെ എവിടെയെങ്കിലും മുത്തശ്ശിയോടൊപ്പം നിന്നോളാം. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ പ്രിയങ്കയെന്നും വിളിച്ച് അങ്ങോട്ടേക്ക് വരുന്ന കൽപ്പനയുടെയും ഉർവശിയുടെ ശബ്ദം കേൾക്കുന്നത്. അത് കേൾക്കുന്നതും പ്രിയങ്ക അഭിനയം തുടങ്ങുവാണ്. അന്നേരം അവർ രണ്ടാളും റൂമിലേക്ക് കയറി വരുവാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി സുകുമാരൻ അങ്ങ് പൊക്കിയടിക്കുവാണ് കേട്ടോ. എന്നാലും എൻ്റെ മുത്തശ്ശിയെ സമ്മതിച്ചിരിക്കുന്നു. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. എങ്ങനെ എല്ലാ കള്ളക്കളയും പൊളിഞ്ഞിട്ട് ഇവിടുന്ന് പോയതല്ലേ, എന്നിട്ടും തിരിച്ചു വന്നതോ രാജകീയമായിട്ട് ഫുൾ സെക്യൂരിറ്റിയിലും. സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ സുകുമാരി അമ്മയുടെ ബുദ്ധിക്ക് മുമ്പിൽ ഒന്നുമല്ല. ഞങ്ങൾ ഇത്ര നാൾ വിചാരിച്ച് വെച്ചിരുന്നുണ്ടല്ലോ ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്നാണ്. പക്ഷേ ഞങ്ങൾ സുകുമാരി അമ്മയുടെ അയലത്ത് പോലും വരില്ല. അതേ മുത്തശ്ശിയുടെ പെർഫോമൻസ് കണ്ടിട്ട് ഞങ്ങളങ്ങ് കണ്ണു തള്ളിയിരിക്കുമായിരുന്നു. ഒറ്റൊരാൾക്കും മറുത്തൊന്നും പറയാൻ പറ്റാത്ത വിധത്തിൽ എല്ലാവരുടെ നാവിനങ്ങ് പൂട്ടിക്കളഞ്ഞില്ലേ.
ഉം. അന്നേരം സുകുമാരി പറയണേ, അല്ലെങ്കിലും എൻ്റെ പ്രിയങ്ക മോൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇനിയൊരു അംഗപ്പുറപ്പാടിന് തന്നെ എൻ്റെ തീരുമാനം. അന്നേരം കൽപ്പന പറയണേ, അതെന്താണെങ്കിലും വേണ്ടി വരും. ഒന്നാമതിപ്പോൾ അച്ഛൻ കുടി വീണ് ഹോസ്പിറ്റലായത് കാരണം എല്ലാവരും ആകെ ഭ്രാന്തടുത്ത് നിൽക്കുവാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാം, കൊല്ലാൻ പോലും മടിക്കില്ല. അതേ കുഞ്ഞത് സുകുമാരി പറയണേ, നമ്മുടെ ശത്രുക്കളുണ്ടല്ലോ, വീണ് കിടക്കുന്ന സമയത്ത് നമ്മൾ അടിക്കുന്നത് അതിലെന്താ അടിയെടുത്തിട്ടുള്ളത്? അവരും നമുക്കൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ നമ്മളെക്കാളും മേലെ നിൽക്കണം. എന്നാലല്ലേ അവരടിച്ച് വീഴ്ത്തുമ്പോൾ ഒരു സുഖം ഉണ്ടാകുള്ളൂ. ഇത്തവണ ചില കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് സുകുമാരി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയങ്ക മോളെ എങ്ങനെയെങ്കിലും വരണിൻ്റെ ഭാര്യയാക്കി എടുത്തിരിക്കും. അവൾ ഈ കണിമകളത്തെ മരുമകളായിരിക്കും. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഈ സുകുമാരി ചെയ്തിരിക്കും. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സുകുമാരിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് ആ പോലീസുകാരൊക്കെ ഇപ്പോൾ ചേർന്ന് പിടിച്ച ആ ഗുണ്ടയുണ്ടല്ലോ, അയാളെ പോലീസ് ജീപ്പിൽ കയറ്റി പോലീസുകാർ അവിടെ നിന്ന് പോകുമായിരിക്കും. ഈ സമയം അയാളുടെ ടീമിലുള്ള ഒരാൾ ഈ കാഴ്ച കാണുന്നുണ്ട്. അങ്ങനെ അത് കാണുന്നതും അയാൾ ഉടനെ തന്നെ ബെഞ്ചമിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുവാണ്. നമ്മുടെ ടീമിലുള്ള അയാളെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അയാളെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ ബെഞ്ചമിൻ്റെ പേര് പറയാൻ സാധ്യതയുണ്ട്. അത് കേട്ട ബെഞ്ചമിൻ അങ്ങ് ടെൻഷനാകുവാണ്. അങ്ങനെ പോലീസുകാരുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും അയാളെ രക്ഷിച്ചെടുക്കാൻ തീരുമാനിക്കുവാണ് ബെഞ്ചമിൻ. പിന്നീട് കാണിക്കുന്നത് ആ പോലീസ് ജീപ്പിൽ അയാളെ കൂട്ടിക്കൊണ്ട് പോകുമായിരിക്കും. പെട്ടെന്ന് ബെഞ്ചമിൻ മുഖമൊക്കെ മറച്ച് ബൈക്കിൽ ആ പോലീസ് ജീപ്പിന് മുമ്പിൽ ബ്ലോക്കാക്കി നിർത്തുവാണ്. എന്നിട്ട് ആ ഗുണ്ടേനെ പോലീസുകാരുടെ കയ്യിൽ നിന്നും രക്ഷിക്കാനായിട്ടൊരു ശ്രമം നടത്തുന്നൊക്കെയുണ്ട്. അപ്പോൾ ആ ഒരു സീനൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശിയും പ്രിയങ്കയും കൂടി സംസാരിക്കുന്നതാണ്. അന്നേരം മുത്തശ്ശി പ്രിയങ്കയോട് പറയണേ, എടി ഇന്ന് വരുൺ റൂമിലേക്ക് പോകുമ്പോഴുണ്ടല്ലോ, നീയും വരുണിൻ്റെ പിന്നാലെ റൂമിലേക്ക് കയറി ചെല്ലണം. എന്തിനും? അതൊക്കെ ഉണ്ടടി എന്ന് പറഞ്ഞ് എന്തോ ഒരു പ്ലാൻ മുത്തശ്ശി പ്രിയങ്കയോട് പറയുവാണ്. അങ്ങനെ പ്രിയങ്കയാണെങ്കിൽ അതെല്ലാം കേട്ട് മുത്തശ്ശി പറയുന്നത് പോലെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും രാധിക അതുവഴി പാസ് ചെയ്ത് പോകുന്നത്. അന്നേരം പെട്ടെന്ന് റൂമിലേക്ക് ശ്രദ്ധിക്കുന്ന രാധിക പ്രിയങ്ക നോർമലായിട്ട് സംസാരിക്കുന്നത് കാണുവാണ് കേട്ടോ. അതുകൊണ്ട് രാധിക വിശ്വസിക്കാനാവാതെ ഞെട്ടി നിൽക്കുവാണ്. അപ്പോൾ ഇത്രയും നാളും പ്രിയങ്ക തൻ്റെ മുമ്പിലും ഈ വീട്ടിലുള്ളവരുടെ മുമ്പിലൊക്കെ കളിച്ചതെല്ലാം ഒരു അഭിനയമാണെന്നുള്ള സത്യം രാധിക തിരിച്ചറിയുവാണ് കേട്ടോ. അങ്ങനെ രാധിക വേഗം തന്നെ മുത്തശ്ശിയുടെയും വരൻ്റെ അരികിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ രാധിക കണ്ട കാര്യങ്ങളെല്ലാം മുത്തശ്ശിയോടും വരനോടും പറയുവാണ്. അത് കേട്ട് ജയഭാരതിയമ്മ ചോദിക്കണേ, മോളെ നീ എന്താ പറഞ്ഞു വരുന്നത്? അപ്പോൾ പ്രിയങ്കയ്ക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല എന്നാണോ? അവൾ നമ്മളെല്ലാവരും കബളിപ്പിക്കാനായിട്ട് ബുദ്ധിയില്ലാത്തതുപോലെ അഭിനയിക്കുകയാണെന്നാണോ നീ പറയുന്നത്? അതേ നീ മുത്തശ്ശി, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ്. അവൾ സംസാരിക്കുന്നതൊക്കെ കണ്ട നോർമലായിട്ട് സംസാരിക്കുന്നത് പോലെ തന്നെയാണ് ഉള്ളത്. അങ്ങനെ പ്രിയങ്കേൻ്റെ കള്ളത്തരമൊക്കെ കണ്ടുപിടിച്ച് നിൽക്കുന്ന ആ ഒരു സീനൊക്കെ കാണട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്